ഹലോ, അപ്പോൾ ഇടുക്കിയിൽ ഡേ 2 ആണിത്. അപ്പോൾ അതേപോലെ നമ്മൾ കാലത്ത് ചായ കുടിച്ച് നമ്മൾ തോട്ടത്തിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടൊരു ഡേ ആയിരുന്നു. കാരണം നമ്മൾ കാലത്ത് ഇങ്ങനെ എണീറ്റ് അതുപോലെ തോട്ടത്തിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങുക, നല്ല ഫ്രഷ് ആയിരുന്നു നമ്മൾ ശ്വസിക്കുക. അതൊക്കെ നമുക്കൊരു ഡേ കംപ്ലീറ്റ്ലി റിഫ്രഷ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓരോ ജില്ലയിലും അതിൻ്റേതായ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇടുക്കിയിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര ഒരു അട്രാക്റ്റീവായി തോന്നിയത് ഏലക്കത്തോട്ടും ജാതിക്കത്തോട്ടും അതുപോലെ തന്നെ അവിടുത്തെ ക്ലൈമറ്റൊക്കെയാണ്. ഓരോ ജില്ലയിലും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അങ്ങനെ നമ്മളിത് ഇടുക്കിയത്തെ കത്തിക്കലൊക്കെ കഴിഞ്ഞു. നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നേരെ നമ്മൾ പോകുന്നത് കാൽവേരി മൗണ്ടിലോട്ടാണ്. അയ്യോ, എൻ്റെ എക്സ്പ്രഷൻ അവിടെ ജാതിക്ക് തിന്നുമ്പോൾ നല്ല എക്സ്പ്രഷനായിരുന്നു. വെരി നൈസ്. ഒരിക്കലും നമ്മൾ ട്രൈ ചെയ്യണം കേട്ടോ അത്. അങ്ങനെ നമ്മളിതാ കാൽവരി മൗണ്ടിലോട്ട് പോകണം. ആ ഒരു കാൽവരി മൗണ്ടെന്ന് കേട്ടപ്പോഴേക്ക് ഡൗട്ട് ഉണ്ട്, എവിടെയോ നല്ല പരിചയമുള്ളൊരു സ്ഥലം. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ ട്രിപ്പ് പോകുന്ന സമയത്ത് സ്ഥിരം കോളേജിൽ നിന്ന് ട്രിപ്പ് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടുക്കി മൂന്നാറൊക്കെ ട്രിപ്പ് പോകുന്ന ആൾക്കാർ ഈ ഒരു സ്പോട്ടിൽ കയറാതെ ആരും പോയിട്ടുണ്ടാവില്ല. ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ താങ്കളെ മല കയറിക്കോളൂ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാന്നുള്ളത്. കാരണം കയറി മടുത്തിട്ടുള്ള സ്ഥലമായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ പോയി. ഉച്ച ആവാറായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇത് ശരിക്കും ഫെബ്രുവരി 13 എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ നമ്മളവിടെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിതാ പോവാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ വാലൻറ്റൈൻസ് ഡേ ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ഹാർട്ട് ഷേപ്പ്ഡ് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചു. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത ഐസ് സ്പോട്ട്. ഈ ഒരു സ്പോട്ട് നമ്മൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടറിയാം. നമ്മൾ പോയതായിരുന്നു, അവിടുത്തെ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ വീണ്ടും തിരിച്ച് നടന്നു വന്നിട്ടാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിലോട്ട് കയറിയത്. ഈ ഒരു സ്പോട്ടാണ് ഏതൊരു കുട്ടിയാണെന്നുണ്ടെങ്കിലും ഏതൊരു മനുഷ്യനാണെന്നും ജസ്റ്റ് കയറിയിട്ട് ഒരു ഐസ്ക്രീമിൻ്റെ വിലയെങ്കിലും ചോദിക്കാതിരിക്കില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് രണ്ട് ഐസ്ക്രീം മേടിച്ചിട്ട് പോവാണ്. അങ്ങനെ നമ്മുടെ കൊച്ചി എടപ്പള്ളി എത്തിയപ്പോൾ വണ്ടിയിൽ പണിയൊന്നും നമുക്ക് പയറായിരുന്നേ. വണ്ടി പഞ്ചറായിടോ. നല്ല കാര്യം നടക്കുമ്പോൾ ഇടയ്ക്കൊരു ദുശകനം ഉണ്ടാവണമല്ലോ. അങ്ങനെ അത് റെഡിയാക്കി കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു ഗീ റോസ്റ്റ് കഴിച്ചു. അങ്ങനെ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. കാരണം നെക്സ്റ്റ് നമ്മൾ ബാംഗ്ലൂർ പോവാണ്. അപ്പോൾക്കും ഏകദേശം 12 മണി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ആൾക്ക് എന്ത് ചെയ്തു, ഒരു ഫ്ലവർ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സർപ്രൈസ് ചെയ്തു. ഫസ്റ്റ് വാലൻറ്റൈൻസ് ഡേ ആഫ്റ്റർ മാരേജ് അല്ലേ, ഇതിൽ ഞാൻ മാത്രം സർപ്രൈസ് കൊടുത്ത് ആളേക്കൊരു സർപ്രൈസ് തന്നില്ല. പക്ഷേ സ്നേഹത്തോടെ എന്ത് കിട്ടി, ഒരു ഹഗ് കിട്ടി. അപ്പോൾ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു പോയി കാണാം കേട്ടോ. ബൈ.